السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല റാഹത്തിലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം. സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സമ്പാദ്യമുണ്ടാവുക, ധനമുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമാണെന്നാൽ സമ്പത്ത് കൊണ്ട് 3 നാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. സമ്പത്ത് കൊണ്ട് 3 നാശമായ കാര്യങ്ങൾ, നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ 3 നാശങ്ങൾ ഉണ്ടാക്കുന്നതാണ് സമ്പത്ത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിമുസ്സലാത്തു വസ്സലാമുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അതാ വാനലോകത്തൊന്നും ഇതുവരെയും ഇറങ്ങി വരാത്തൊരു മലക്ക് വരുന്നുണ്ടല്ലോ നബിയേ. ജിബ്രീലല്ലാതെ വേറൊരു മലക്ക് ഇവിടേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ ഒരു മലക്ക് വരുന്നുണ്ടല്ലോ നബിയേ, അതാ ഒരു മലക്ക് വരുന്നുണ്ടല്ലോ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് അതാ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് സലാം പറഞ്ഞുകൊണ്ട് മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു എന്നെ അയച്ചത് എന്തിനാണെന്നറിയോ നബിയേ? അല്ലാഹു എന്തിനാണ് അയച്ചതെന്നറിയോ നബിയേ? അല്ലാഹു എൻ്റെ അടുക്കൽ മിഫ്താഹ് തന്നാണ് അയച്ചത്. കുറെ താക്കോല് തന്നിട്ടുണ്ട്. ആ താക്കോലുകൾ എന്തിനാണെന്നറിയോ യാ റസൂലല്ലാഹ്? ഈ ലോകത്തെ മുഴുവൻ സമ്പാദ്യത്തിന്റെ ഖജനാവിന്റെ താക്കോലാണ് നബിയേ. ഈ സമ്പാദ്യത്തിന്റെ മുഴുവൻ, ഈ ലോകത്തിന്റെ മുഴുവൻ ഖജനാവിന്റെ താക്കോലാണ് യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഇതങ്ങ് സ്വീകരിച്ചോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ട് ആ മലക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഈ താക്കോല് സ്വീകരിച്ചോ നബിയേ. പേടിക്കണ്ട യാ റസൂലല്ലാഹ്, പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട നബിയേ. ഇതെടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല ആഖിറത്തിൽ വെച്ചിരിക്കുന്ന ഒരനുഗ്രഹം പോലും കുറയ്ക്കില്ല യാ റസൂലല്ലാഹ്. ആഖിറത്തിൽ തരാനിരിക്കുന്ന ഒരു അനുഗ്രഹങ്ങൾ പോലും അല്ലാഹു കുറയ്ക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് ഈ താക്കോല് സ്വീകരിച്ചോ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് മലക്കിനോട് പറയുന്നു, മലക്കേ, എനിക്കാ താക്കോല് വേണ്ട മലക്കേ. ദുനിയാവിന്റെ ഒരു സമ്പാദ്യത്തിന്റെയും താക്കോൽ എനിക്ക് വേണ്ട മലക്കേ. അല്ലാഹുവിനോടൊന്ന് പറയുമോ, അല്ലാഹുവിനോടൊന്ന് പറയുമോ, ഈ ദുനിയാവിന്റെ സമ്പാദ്യം എനിക്ക് വേണ്ടതിൽ പകരമായിട്ട് ആഖിറത്തിൽ എനിക്ക് കൂട്ടിത്തന്നാ മതിയെന്ന് അല്ലാഹുവിനോടൊന്ന് പറയുമോ മലക്കേ എന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ സമ്പത്തിനെ അങ്ങനായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടിരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകര് സമ്പത്തിനെ കണ്ടിരുന്നത് ആ രൂപത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ അള്ളാഹുവേ, ആ പ്രവാചകന്റെ സമുദായം എങ്ങനാ കണ്ടിരുന്നത്? ആ പ്രവാചകന്റെ സമുദായം എങ്ങനാ ധനത്തിനോട് പെരുമാറിയിരുന്നത്? ഇന്ന് നമ്മൾ എങ്ങനാ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവേ, സമ്പത്തിന് വേണ്ടിയിട്ട് സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന രംഗങ്ങളാ നമ്മൾ കാണുന്നത്. മാതാപിതാക്കളുടെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെടുന്നില്ലേ? മക്കളെ കൊണ്ടുപോയതാ വയലങ്ങളിലേക്ക് എറിയുന്നില്ലേ? വലിയ വലിയ പുഴകളിലേക്ക് വലിച്ചെറിയപ്പെടുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. സമ്പത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നില്ലേ? അതുകൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അനുചരന്മാരോട് പറയുകയാണ്, സമ്പത്തിൽ 3 കാര്യങ്ങളുണ്ട്. സമ്പത്തിൽ 3 കാര്യങ്ങളുണ്ട്. സമ്പത്തിൽ 3 നാശങ്ങളാണ് വരുന്നത്. സമ്പത്ത് കൊണ്ട് 3 നാശങ്ങളാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് മഹാനായ സയ്യിദനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അനുചരന്മാരോട് പറയുമ്പോ അവിടുന്ന് വന്നുകൊണ്ട് പറയുന്ന, യാ റസൂലല്ലാഹ്, നബിയേ, എങ്ങനെയാ സമ്പത്ത് നാശമാകുന്നത്? യാ റൂഹുല്ലാഹ്, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ അതാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സമ്പത്ത് നിങ്ങൾ സമ്പാദിക്കുന്നത് ഹലാലായ രൂപത്തിൽ കൂടിയല്ല, ഹറാമിയത്തിന്റെ വഴിയിൽ കൂടിയാണ് നിങ്ങൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ അതാ അനുചരന്മാര് പറയുന്ന, നബിയേ, ഹലാലായ രൂപത്തിലുണ്ടാക്കിയാലോ നബിയേ, ഹലാലായ രൂപത്തിലുണ്ടാക്കിയാലോ നബിയേ. എന്നതാ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുചരന്മാര് ചോദിക്കുമ്പോ ഈസാ നബി പറയുന്ന, നിങ്ങൾ ഹലാലായ രൂപത്തിലാണ് ഇന്നെ മുതലുണ്ടാക്കുന്നതെങ്കിൽ, ഹലാലായ രൂപത്തിൽ മുതലുണ്ടാക്കുന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ടവര്, അത് ഹറാമായ രൂപത്തിലാണ് നിങ്ങൾ ചിലവഴിക്കുന്നത്. അല്ലാഹുവേ, ഹറാമായ രൂപത്തിലാണ് നിങ്ങൾ ചെലവഴിക്കുന്നതെന്ന് പറയുമ്പോ അതാ സഹാബത്ത് അതാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, ഓ ഈസാ നബിയേ, ഹലാലായ രൂപത്തിൽ ചിലവഴിച്ചാലോ, ഹലാലായ രൂപത്തിൽ ചിലവഴിച്ചാലോ നബിയേ, ഹലാലായ രൂപത്തിൽ ചിലവഴിച്ചാലോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകർ ഈസാ നബിയോട് തന്നെ അനുചരന്മാര് ചോദിക്കുകയാണ്, ഹലാലായ രൂപത്തില് അള്ളാഹുവേ ഞങ്ങൾ സമ്പാദിക്കുന്ന മുതൽ അത് ഹലാലായ രൂപത്തിൽ ചിലവഴിച്ചാൽ കുഴപ്പമില്ലല്ലോ നബിയേ. രണ്ടാമത്തെ കാര്യം ചോദിക്കുന്ന സമയത്ത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഹലാലായ രൂപത്തിലാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്, ഹലാലായ രൂപത്തിലാണ് നിങ്ങൾ അത് ചിലവഴിക്കുന്നതെങ്കിലും ആ സമ്പത്ത് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തപ്പെടും സഹാബാ. ആദരവായ സയ്യിദനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹലാലായ രൂപത്തിലാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്, ഹലാലായ രൂപത്തിലാണ് നിങ്ങൾ അത് ചിലവഴിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? മൂന്നാമത്തെ നാശമെന്ന് പറയുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങളെ പുറകോട്ട് കൊണ്ടുവരും സഹാബാ. ആദരവായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മുഅ്മിനേ, അത് വളരെ സത്യമായ കാര്യമാണല്ലോ. സമ്പത്ത് കാരണമായിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തില് നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ, അത് ദുനിയാവിന്റെ ഭംഗി മാത്രമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന്റെ ഭംഗിയാണ്, അത് ദുനിയാവിന്റെ ഭംഗിയാണ്. അത് നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. വേണ്ടുന്ന രൂപത്തിൽ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ആഖിറം നഷ്ടപ്പെടാനുള്ള കാരണമാണ് എന്ന് ആദരവായ ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ടാണല്ലോ ആദരവായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വന്നിട്ട് പോലും അല്ലാഹുവേ മലക്ക് വന്നുകൊണ്ട് താക്കോല് കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ് നബിയേ, സമ്പത്തിന്റെ മുഴുവൻ ഖജനാവിന്റെയും താക്കോലാണ് യാ റസൂലല്ലാഹ്. ഇത് സ്വീകരിച്ചോ നബിയേ, ഇത് സ്വീകരിച്ചതിന്റെ പേരിൽ ആഖിറത്തിലൊന്നും നഷ്ടപ്പെടില്ല നബിയേ, അങ്ങയുടെ ഒരു പദവി പോലും നഷ്ടപ്പെടില്ല നബിയേ. അല്ലാഹു തരാൻ ഉദ്ദേശിച്ച നിഅമത്തുകൾക്കൊരു കോട്ടവും സംഭവിക്കില്ല നബിയേ. ഇത് മലക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ആഖിറത്തിലെ നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വേണ്ട മലക്കേ, വേണ്ട മലക്കേ, അതും കൂടി ആഖിറത്തിൽ തന്നാ മതി, ഈ ദുനിയാവിൽ തരണ്ട എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുന്ന വിഷയം, ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുന്ന വിഷയം, പിന്നെ അത് കാരണമായിട്ട്, സമ്പത്ത് കാരണമായിട്ട് നമ്മുടെ ഇബാദത്തുകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.